ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നൊരു നല്ല ഗ്രീൻ പീസ് മുട്ട മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ യൂട്യൂബിലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ FBയിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ മുട്ട വരയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളത് കോരിയെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് അതേ എണ്ണയിലിട്ട് തന്നെ ചെറിയ ജീരകം ഇട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം വലിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു കേട്ടോ. വലിയുള്ളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞിട്ട് കൊടുത്തു. അതും നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി പ്യൂരി ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതും നന്നായി വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഉള്ളിയുടെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ അതിലും അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായി തിളപ്പിച്ചെടുക്കുകയാണ്. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഓൾറെഡി നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രീൻ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ മുട്ട വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ടയും ഇതിലോട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ കടലമാവ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കടലമാവ് ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. നന്നായി തിളച്ച് വെന്തു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് മേലെ വലിയ മല്ലിയില തൂക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു ഗ്രീൻ പീസ് മുട്ട മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ദെൻ ബൈ.